കേറി വാടാ മക്കളെ എന്ന സെഗ്മെന്റിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ചോദ്യം. വേലായുധൻ ഗൾഫിൽ പോകാൻ വേണ്ടി അമ്മാവന്റെ കയ്യിൽ നിന്നും വാങ്ങിയ തുക എത്രയാണ്? എ 20,000, ബി 30,000, സി 25,000. തോന്നണു. ആണോ? 25,000 രൂപയെന്ന് തോന്നണു. ഞാൻ വേണേ പൂട്ടട്ടെ? ശരിയാണ് ചേട്ടൻ പൂട്ടിക്കോളൂ. അല്ല, അവിടെ കൊണ്ട് ചോദിച്ചോളൂ. 20,000 ആണോ, 30,000 ആണോ, 25,000 ആണോ? 25,000. 25,000, 25,000. അമൃത, ആർ യു ഷുവർ? രാജി? കറക്റ്റാ. 25,000. അതെ. സി 25,000 ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നു. അവിടെ നിൽക്കട്ടെ. ഇനിയും ഒരു പാട്ട് മതി എനിക്ക്. കാരണം വേറെ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. പാട്ട് കേൾക്കാനാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത്. ചേട്ടാ സത്യം പറഞ്ഞാല് AR റഹ്മാന്റെ ഒരു പാട്ട് വായിച്ചാൽ തീർച്ചയായിട്ടും വായിക്കാം. പക്ഷേ ചേട്ടന് ഫ്രണ്ട് ഇരിക്കുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ എന്താ പറയാ, ഓരോ നോട്ടുകൾ വായിക്കുമ്പോഴും നോട്ട് കറക്റ്റ് ആണോ, കറക്റ്റ് ആകുമോ, അങ്ങനെ ആലോചിക്കേ വേണ്ട. അങ്ങനെ നോക്കേ വേണ്ട. അതൊക്കെ ഭഗവാൻ, നിങ്ങൾ ആദ്യം വന്നിട്ട് ഇത് തൊട്ട് തൊഴുന്ന കണ്ടപ്പോഴേ മനസ്സിലായി ദൈവാനുഗ്രഹമുള്ള വ്യക്തിയാണ് രാജേഷ്. അതുകൊണ്ട് അതൊന്നും നോക്കണ്ട, അത് വന്നോളും. റഹ്മാൻജിയുടെ ഒരു പാട്ട് വായിച്ചു. എന്താ ഹിറ്റ് അല്ലേ മിൻമിനി പാടിയ ഈ പാട്ട്? എവർഗ്രീൻ ഹിറ്റ്. മിൻമിനിക്ക് ഏറ്റവും ഒരു എന്താണ് ഇന്റർനാഷണൽ ആയിട്ട് അറിയപ്പെട്ടത് ഒരൊറ്റ പാട്ട്. അതെ, മതിയല്ലോ. നമ്മളൊരു 50,000 അല്ലെ 60,000 പാട്ട് പാടിയിട്ടൊന്നും കാര്യമില്ല. ഒരു പാട്ട് മതി. മിനിമിനിക്ക് ഒരു വലിയ ഹായ്. തീർച്ചയായിട്ടും ചേച്ചി ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് നമ്മള്. സി 25,000 നിങ്ങൾ കുടുംബസമേതം പറഞ്ഞ ഉത്തരം. എന്നാൽ ഉത്തരം ഈ ശരിയല്ല എന്നൊന്ന് ഫ്ലൂട്ടി വായിച്ച് നോക്കട്ടെ എങ്ങനെയാണ്. ഷിനു, നീ ആ ക്ലാർനെറ്റിൽ നിന്ന് വായിച്ചേ. ഉത്തരം തെറ്റിപ്പോയി. The correct answer is A 20,000. അയ്യോ, അപ്പൊ ഒന്നുകൂടി വായിക്കട്ടെ. വായിച്ചോ ഷിനു, ഒന്നുകൂടി വായിക്കും ഷിനു. നന്നായിട്ട് ശരിക്കും ആസ്വദിക്കട്ടെ.
അതായത് ഇത് പല സമയത്ത് ഈ പാട്ട് വായിക്കാറുണ്ടെന്ന് മനസ്സിലായി. കാരണം ഈ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് ഭാരവാഹികളെ കാണാതെ ഇരിക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. എവിടെ എവിടെ ആരെയും കാണാനില്ല, പൈസയും കിട്ടുന്നില്ല. പക്ഷെ ഈ കൊറോണ സമയത്ത് 2000 രൂപ എന്ന് പറയുന്നത് 2 ലക്ഷത്തിന്റെ വിലയാണ്. ഭയങ്കര കഷ്ടമായി പോയി. അപ്പോൾ എന്തായാലും നമ്മുടെ ഫാമിലിയൊക്കെ വന്നതല്ലേ, നിങ്ങൾ കുടുംബസമേതം വന്നുകൊണ്ട് നമ്മുടെ പിള്ളേർക്ക് വേണ്ടി ഒരു ചോദ്യം. ഓക്കെ, ഇപ്പോൾ ഭാഗ്യം എന്ന് വിളിച്ചു പറയുന്ന ഒരു നഗരം. ലക്നൗ. ഇവിടെ ഒരാൾ ഉരുകിയിരിക്കുകയായിരുന്നു എന്താണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ. മക്കളെ, ഒരു ചോദ്യം. റോഡിലൂടെ ഒരു പശു ഇങ്ങനെ വരിക, ചേർത്തല വഴി ഇരുന്നോട്ടെ. അപ്പൊ അടുത്തൊരു ഓഫീസ് ഉണ്ട്. പശുവിന് ഇഷ്ടപ്പെട്ടില്ല. പശു നേരെ ഡോറ് തുറന്നങ്ങ് അകത്ത് കയറി. എന്താ കാര്യം? അങ്ങ് പറയാൻ റെഡിയായിട്ട് എടുത്ത് വെച്ചോണ്ടിരിക്കുകയായിരുന്നു. പറയൂ. ഒരു ഓഫീസ് കണ്ടു, പശുവിന് സന്തോഷം തോന്നിയിട്ട് നേരെ ഡോറ് തുറന്ന് അങ്ങ് അകത്തോട്ട് ഇരുന്നു. എന്താ കാര്യം? പറയൂ. ഓഫീസിന്റെ കൗണ്ട് നെയിം ആയിരുന്നോ? കുറച്ച് പറയും. ഓഫീസിന്റെ കൗണ്ട് നെയിം ആണോ? ഓഫീസിന്റെ കൗവിന്റെ നെയിം ആണോ? ഓഫീസിന് കൗവിന്റെ പേരാണോന്നോ? അല്ല. വിട്ടോ വിട്ടോ. രാജേഷ് പറയൂ. പറയട്ടെ. ആ ഡോറിന്റെ മേളില് PULL എന്ന് എഴുതി വെച്ചിരുന്നു. പുൽ. പുൾ. കണ്ടപ്പോ ആവേശപൂർവ്വം കഴിക്കാൻ വേണ്ടി തുറന്ന് കയറി ചെന്നതാണ് ആ പാവം കേട്ട.